സകല സ്ഥലങ്ങളിലും യുദ്ധം നിർത്തുന്ന ട്രംപ് ഇപ്പോൾ മറ്റൊരു യുദ്ധം തുടങ്ങാനുള്ള ഒരു തത്രപ്പാടിലാണ്. നമുക്കറിയാം വെനിസ്വേലയുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ കൊമ്പ് കോർക്കുന്നത്. അതിൻ്റെ കാരണം വെനിസ്വേല എണ്ണപ്പാടങ്ങളും വെനിസ്വേല സകല സോഴ്സുകളും തന്നെയാണ്, ധാതു സമ്പത്തും തന്നെയാണ്. അത് ട്രംപിന് വേണം. എവിടെ എണ്ണയുണ്ടെങ്കിലും അമേരിക്ക അവിടെ ചെന്ന് കരാറൊപ്പിട്ട് കുഴിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൗദി അറേബ്യയിൽ അരാംകോ അടക്കം അമേരിക്കയാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഈ എണ്ണ സമ്പത്ത് അത് ട്രംപിന് വേണം. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ രാജ്യത്ത് നിന്ന് ആർക്കും എണ്ണയും മേടിക്കാൻ പറ്റില്ല, ഇവർക്ക് എണ്ണ വിൽക്കാനും സാധിക്കില്ല. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് ഈ രാജ്യം ജീവിക്കുന്നത് എന്നാണ് ട്രംപ് പലപ്പോഴും പറയുന്നത്. ഞങ്ങളുടെ രാജ്യത്തിലേക്കാണ് അവർ കടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിന് ചുറ്റും F-16 വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിച്ചിരിക്കുകയാണ് ട്രംപ്. വെനിസ്വേലയും തിരിച്ചതുപോലെ തന്നെ വലിയ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നമുക്ക് ലഭിക്കുന്നത് മയക്കുമരുന്ന് കടത്തുന്നതായി സംശയിക്കുന്ന ഒരു അന്തർവാഹിനി US നാവികസേന മുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായി സാധിക്കുന്നത്. US നാവികസേന മയക്കുമരുന്ന് കടത്തുന്നതായി സംശയിക്കുന്ന ഈ അന്തർവാഹിനി US-ലേക്ക് വരികയായിരുന്നു എന്ന് പറഞ്ഞാണ് മുക്കിയത്. വൈറ്റ് ഹൗസ് ഞായറാഴ്ച അറിയിച്ചതാണിത്. ഈ ഓപ്പറേഷനിൽ കപ്പലിലുണ്ടായിരുന്ന 2 പേർ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് വെനിസ്വേലയുടെ കപ്പലാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. തൻ്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് തൻ്റെ ട്വിറ്ററിൽ എഴുതി താൻ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അമേരിക്കയിൽ 25,000-ത്തിലധികം ആളുകൾ മരിക്കുമായിരുന്നുവെന്ന്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മയക്കുമരുന്ന് ഭീകരർക്കെതിരെ US നടത്തുന്ന 6ാമത്തെ നടപടിയാണ് ഇത് എന്ന് ട്രംപ് പറയുന്നു. ഈ നടപടികൾ എടുക്കുന്നു എന്ന് പറഞ്ഞ് വെനിസ്വേലയുടെ കപ്പലുകളാണ് നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് കഴിഞ്ഞ 5 ആക്രമണങ്ങളിലായി ആകെ 27 പേർ കൊല്ലപ്പെട്ടതായും ട്രംപ് പറയുന്നു. എന്തു തന്നെയായിരുന്നാലും ഈ അന്തർവാഹിനി മുങ്ങിയപ്പോൾ ഇക്വഡോറിൽ നിന്നും കൊളംബിയയിൽ നിന്നുമുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇരുവരും തങ്ങളുടെ പൗരന്മാരെ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. അങ്ങനെ അവർ കൊളംബോയിലെത്തും, ഇക്വഡോറിലേക്കും എത്തും എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഇപ്പോൾ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പറയുന്നത് നമ്മുടെ പൗരനെ US-ലേക്ക് കൈമാറുമെന്നും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങളെ കൈമാറാൻ US സമ്മതിച്ചിട്ടുള്ളൂ എന്നുമാണ്. എന്തായാലും വെനിസ്വേല അടക്കമുള്ള രാജ്യങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്ന ട്രംപ് ഇപ്പോൾ അവരുടെ സബ്മറൈൻ അടക്കം മുക്കിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് വെനിസ്വേല ഇപ്പോൾ US-ഉമായി വലിയൊരു യുദ്ധത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.